ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവ് ഇന്നത്തെ ദിവസം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ച മുഴുവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ കർത്താവിന് സ്തുതികളും സ്തോത്രങ്ങളും ഒക്കെ കരയറ്റുകയാണ്. കാരണം സ്തുതികളിൽ അതിവസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്തുതികളിൽ ഒരു സിംഹാസനം ഉണ്ടാക്കിയിട്ട് അതിന്മേലാണ് കർത്താവിന് ഇരിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം. അല്ലാതെ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഒരു സിംഹാസനം ഉണ്ടാക്കുന്നതിലല്ല. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സ്തുതികളുടെ സിംഹാസനത്തിൽ നമ്മുടെ കർത്താവ് വന്ന് വാണരുളാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഇന്നത്തെ സ്പോൺസേഴ്സിലേക്ക് നമുക്ക് പോകാം. ഇന്നൊരു കീ സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, മകന് ദൈവഹിതപ്രകാരമുള്ള കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ മകന്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന ബിൽഡിങ്ങിന്റെ പണികൾ പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു വലിയ വിടുതൽ അങ്ങ് ചെയ്തതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ അതിനുവേണ്ടി പണം ചെലവഴിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് രോഗസൗഖ്യങ്ങളായിട്ടും വിടുതലുകളായിട്ടും അനുഗ്രഹങ്ങളായിട്ടും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ദയവായി ഈ ഒരു ശുശ്രൂഷയുടെ കൂടെ നിൽക്കുവാനായിട്ട് ഞങ്ങൾ സ്നേഹപുരസരം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 2 പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ, ഒന്ന് യൂത്ത്സിന് വേണ്ടി, 2 സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്ന അതിശക്തമായ മീറ്റിങ്ങുകൾ അടുപ്പിച്ച് ഓരോ മാസങ്ങളിൽ നടക്കുക, ഒക്ടോബറിലും നവംബറിലും. അതുകൊണ്ട് എന്തൊക്കെയോ അതിശക്തമായ ദൈവപ്രവർത്തികൾ ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനൊരു ഭാഗമായി തീരണം. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാനായിട്ട് പോകുകയാണ്. ഇന്നത്തെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉളവാക്കും എന്ന് പറയുന്ന വലിയ പ്രത്യാശയോടും അതിനേക്കാൾ ഉപരി വിശ്വാസത്തോടും കൂടെ വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ നമ്മൾ കീസ് ടു ഓപ്പൺ ഹെവൻ, സ്വർഗം തുറക്കാനുള്ള താക്കോലുകൾ. കർത്താവ് താക്കോലുകളെ കുറിച്ച് ഒത്തിരി പറഞ്ഞു. ദൈവരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. താക്കോലിനെ കുറിച്ച് പല പ്രാവശ്യം കർത്താവ് പറഞ്ഞു. പിന്നെ ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ എന്നൊക്കെ യേശു തന്നെക്കുറിച്ച് തന്നെ പറയുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ തൻ്റെ കൈവശമുണ്ട്. ആരും അടക്കാതെ വണ്ണം തുറക്കാനും ആരും തുറക്കാതെ വണ്ണം അടക്കാനുമുള്ള താക്കോൽ. എന്ന് വെച്ചാൽ തനിക്കല്ലാതെ മറ്റാർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത, മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വളരെ സേഫായി തുറക്കാനും അടക്കാനും ഒക്കെ ഉള്ള താക്കോലുകൾ അവൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഭൂമിയിൽ നിൽക്കുന്നൊരു മനുഷ്യൻ എങ്ങനെ സ്വർഗം തുറന്ന് ആ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ് നമ്മൾ യേശുവിൻ്റെ ശുശ്രൂഷയെയും അവരുടെ ജീവിതത്തെ ആധാരമാക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ 2 താക്കോല് തന്നു. 1 മാനസാന്തരം, 2 ജലസ്നാനം. നമ്മളതിൻ്റെ ആധാരവാക്യമായി കോണ്ടെക്സ്റ്റുവലൈസ് ചെയ്ത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എടുത്തത് യേശുവിൻ്റെ സ്നാനമാണ്. കാരണം യേശുവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് സ്വർഗം തുറന്നപ്പോൾ, അതിനെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 1:10 തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്, ഹെവൻ ടോർ ഓപ്പൺ എന്നാണ്. എന്ന് വെച്ചാൽ പറഞ്ഞു കീറി തുറന്നു. ഒരിക്കലും അത് കൂട്ടിത്തുന്നാൻ കഴിയാത്ത രീതിയിൽ ഒരു ക്ലോത്ത് കീറുമ്പോൾ, മുറിക്കുമ്പോൾ സിസേഴ്സ് കൊണ്ട് എന്തെങ്കിലും ആണെങ്കിൽ വളരെ ഷാർപ്പായി മുറിച്ചു പോയിട്ട് അതിനെ കൂട്ടിത്തുന്നി തയ്ച്ചു ചേർക്കാം. എന്നാൽ ഒരു തുണി കംപ്ലീറ്റ്ലി പിഞ്ചി പറഞ്ഞു പോയാൽ അതിനെ തുന്നിച്ചേർക്കാൻ സാധ്യമല്ല. ഇതുപോലെ കർത്താവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് സ്വർഗം അങ്ങ് റിപ്ഡ് ഓപ്പൺ, വയലൻ്റ്ലി റിപ്ഡ് ഓപ്പൺ. പിന്നെ അതാർക്കും അടക്കാൻ പറ്റാത്തതുപോലെ അങ്ങ് അവൻ്റെ മുകളിൽ ആ സ്വർഗം അങ്ങ് തുറക്കപ്പെട്ടു. അതിൻ്റെ ചില കീസ് നമ്മൾ നോക്കിയപ്പോൾ, 1 മാനസാന്തരമാണ്. എവറിത്തിങ് സ്റ്റാർട്ട്സ് with, that means the spiritual life. Our spiritual life starts with repentance. Metanoia എന്നുള്ള വേർഡ്
അറിയാം, ഈസ് എ ചേഞ്ച് ഓഫ് മൈൻഡ്. മനസ്സിലാണ് മാറ്റം വരുന്നത്. സോൾ പാർട്ടിൽ വലിയ മാനസാന്തരം, മാറ്റമുണ്ടാകും. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനമൊക്കെ വായിക്കുമ്പോൾ വലിയൊരു മാറ്റം മനസ്സിലുണ്ടാകും. രണ്ടാമത്തെ ജലസ്നാനം. ഒത്തിരി സഭാവിഭാഗങ്ങളും അല്ലെങ്കിൽ പലരും സ്നാനത്തിനധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. വെറുതെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതിന് എന്താ ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം? എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നില്ലേ? എല്ലാ ദിവസവും കുളത്തിലിറങ്ങി കുളിക്കുന്നവരുണ്ട്, പുഴയിൽ ചാടി കുളിക്കുന്നവരുണ്ട്, സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നവരുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ ഒരു മുക്കിപ്പൊക്കുന്നതിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ തിരുവെഴുത്ത് വായിക്കുമ്പോൾ യേശു സ്നാനപ്പെട്ടു. യേശു സ്നാനപ്പെടേണ്ട ഒരാവശ്യമില്ല. ഒരു റിച്വൽ പോലെ അത് സിംബോളിക്കായി അങ്ങനെ ചെയ്യുന്നതിൽ എന്താ അർത്ഥം എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളെപ്പോൾ ഓർക്കണം, ഭൂമിയിൽ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ആത്മമണ്ഡലത്തിൽ, സ്വർഗമണ്ഡലത്തിൽ, സ്പിരിറ്റ് വേൾഡിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് പോയി നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ വലിയ ചില കാര്യങ്ങളാണ് ഈ സ്നാനപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. ശരിക്കും മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയിൽ യേശുവിനോട് ചേരാൻ, യേശുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം, ഇതിനോടെല്ലാം ചേരാൻ വേണ്ടി സ്നാനപ്പെടുന്നൊരു വ്യക്തിയുടെ മുകളിൽ സ്വർഗം തുറക്കപ്പെടും എന്ന് നമ്മൾ കണ്ടു. കീസ് ടു ഹെവൻ. നമ്പർ 3, ഹ്യൂമിലിറ്റി, താഴ്മ. മത്തായി സുവിശേഷം 11:29 വളരെ ശക്തമായി ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉള്ളിൽ കർത്താവ് സംസാരിച്ചു ഒരു പ്രഭാത പ്രാർത്ഥനയിൽ. Take my yoke upon you and learn from me, for I am gentle and humble in heart, and you will find rest for your souls. നമ്മൾ സാധാരണ ലേൺ ഫ്രം മീ എന്ന് യേശു പറയുന്നുണ്ട്. എന്നോട് പഠിപ്പിൻ, എന്നിൽ നിന്ന് പഠിപ്പിൻ. നമ്മൾ സാധാരണ പഠിക്കുന്നത് ആരിൽ നിന്നാണ്? ആദ്യം ഒരുപക്ഷെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നുമാണ് നമ്മൾ ആദ്യത്തെ പലതും പഠിക്കുന്നത്. പിന്നെ നമ്മുടെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന്, വീട്ടുകാരിൽ. വീടാണല്ലോ ആദ്യത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റി. അവിടെയാണ് ആദ്യത്തെ നമ്മുടെ പഠനം തുടങ്ങുന്നത്. പല കാര്യങ്ങൾ. ബ്രഷ് ചെയ്യാൻ, ഡ്രസ്സ് ഇടാൻ, ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ, ശരിയായ രീതിയിൽ വാഷ്റൂം ഉപയോഗിക്കാൻ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ബ്ലാങ്കാണ്. ദർ ഇസ് നത്തിങ് ഇൻ ഇറ്റ്. മൈൻഡ് ബ്ലാങ്കാണ്. ദർ ഇസ് നത്തിങ് ഇൻ ഇറ്റ്. ഇങ്ങനെ ബ്ലാങ്കായി വരുന്ന ഒരു ഹാർഡ് ഡ്രൈവ്, അതിലേക്ക് എന്ത് ഫീഡ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഫങ്ഷൻ. അപ്പം നമ്മൾ പലതും സ്വീകരിച്ച് ഫീഡ് ചെയ്ത് അതിലുണ്ടാകുന്ന ഒരു സോഫ്റ്റ്വെയർ എന്താണോ, പ്രോഗ്രാമിംഗ് എന്താണോ, അതിനനുസരിച്ചാണ് ആ മനുഷ്യ ജീവിതം ഫങ്ഷൻ ചെയ്യുന്നത്. സോ പലപ്പോഴും നമ്മളറിയാതെ തന്നെ നമ്മുടെ അകത്ത് അഹങ്കാരവും അഹന്തയും, ഡംഭിച്ച് സംസാരിക്കുന്ന സ്വഭാവങ്ങൾ, ബൂസ്റ്റ് ചെയ്യുക, ബ്രാഗ് ചെയ്യുക, ഹോട്ടിനെസ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ അകത്ത് പല രീതിയിൽ കടന്നു പോകും. എന്നാൽ യേശു പറയുകയാണ്, നിങ്ങൾ പലരിൽ നിന്നും പഠിച്ചു. ചിലപ്പോൾ നമ്മൾ ഹീറോസ് ആൻഡ് ഹീറോയിൻസ്, നമ്മുടെ മുമ്പിൽ വരുന്ന സ്പോർട്സ് സ്റ്റാർസ്, ഫിലിം സ്റ്റാർസ്, ഇങ്ങനെ നമുക്കിഷ്ടപ്പെട്ട പല താരങ്ങളുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ സോഷ്യൽ മീഡിയ താരങ്ങളാണ് പലരെയും ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. വ്ളോഗേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഒത്തിരി ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മനുഷ്യരെ. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഒക്കെ ഉള്ളവർ ഭയങ്കരമായി ഇൻഫ്ലുവൻഷ്യലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പീപ്പിൾ ലേൺ ഫ്രം ദം, പീപ്പിൾ വാണ്ട് ടു ഫോളോ ദം. പക്ഷേ ഇവിടെ യേശു പറയാം, ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഫ്രം മീ. എന്നിൽ നിന്ന് പഠിക്കുക. ഫോർ ഐ എം ജെന്റിൽ ആൻഡ് ഹംബിൾ ഇൻ ഹാർട്ട്. ഇതാണ് ഷോക്കിംഗ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നോട് കേട്ട് പഠിപ്പിൻ, ആൻഡ് യു വിൽ ഫൈൻഡ് റെസ്റ്റ് ഫോർ യുവർ സോൾസ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്, നിങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസം ഉണ്ടാവും. എന്താണ് ആശ്വാസം നൽകുന്നത്? ജെന്റിൽനെസ് ആൻഡ് ഹംബിൾനെസ്. നമ്മുടെ ജീവിതത്തിലുള്ള സൗമ്യതയും നമ്മുടെ ജീവിതത്തിലെ താഴ്മയുമാണ് നമുക്ക് പലപ്പോഴും
വലിയ സമാധാനത്തെ, ആശ്വാസത്തെ കൊണ്ടുവരുന്നത്. അഹങ്കാരം നമ്മുടെ അകത്ത് വരുമ്പോൾ സ്വസ്ഥതയില്ല. പ്രൈഡ് അകത്ത് കയറുമ്പോൾ നമുക്ക് സമാധാനമില്ല. എന്നാൽ ആ സൗമ്യതയും താഴ്മയും നമ്മുടെ അകത്ത് വരുമ്പോൾ എത്ര ആശ്വാസമാണ്. But that is coming from Jesus. Learn from me. എന്നോട് കേട്ട് പഠിപ്പിൻ, എന്നിൽ നിന്ന് പഠിപ്പിൻ. ഒരു സിറ്റി കൗൺസിൽ ഒരു തീരുമാനമെടുത്തു. നമ്മുടെ സിറ്റിയിലെ പൗരന്മാരിൽ, നമ്മുടെ സിറ്റിയിൽ ജീവിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും താഴ്മയുള്ളൊരു വ്യക്തിയെ കണ്ടെത്തുക. അപ്പോൾ അവർ സ്റ്റഡി ചെയ്തു, എല്ലാവരും സ്റ്റഡി ചെയ്ത് അവസാനം ഒരാളെ കണ്ടുപിടിച്ചു. എന്നിട്ട് അയാൾക്ക് ഒരു വലിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടൊരു മെഡൽ കൊടുത്തു, ദ ഹംബ്ലസ്റ്റ് പേഴ്സൺ ഇൻ ദ സിറ്റി. അതൊരു മെഡലായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. പിന്നീട് അദ്ദേഹത്തെ കണ്ടത്, അത് തൻ്റെ ആ മെഡൽ ഒരു ചരടിൽ കോർത്ത് അതും തൂക്കിയിട്ടുകൊണ്ട് സിറ്റി ഗേറ്റിലും അവിടെ ഇവിടെയൊക്കെ അദ്ദേഹം ജംഗ്ഷനിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നെക്സ്റ്റ് മന്ത് സിറ്റി കൗൺസിലർ തിരിച്ചു മേടിച്ചു. ഹീസ് നോട്ട് ഹംബിൾ അറ്റ് ഓൾ. പുറത്തുനിന്ന് നോക്കിയപ്പോൾ കണ്ട താഴ്മ മാത്രമേ ഉള്ളിൻ്റെ ഉള്ളിലില്ല. ഈ മെഡൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഐ എം സംതിങ്, ഞാൻ എല്ലാവരേക്കാളും നല്ലവനാണെന്നുള്ളൊരു തോന്നലൊക്കെ തോന്നിയിട്ട് ജംഗ്ഷനുകളിലും അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി, ഇപ്പോൾ അയാളുടെ അകത്തുള്ള പ്രൈഡ്, അഹങ്കാരം പുറത്തു വന്നു. അപ്പോൾ അവരുടെ മെഡൽ തിരിച്ചു മേടിച്ചു എന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പുറമേയുള്ള താഴ്മയല്ല താഴ്മ, ദൈവം നോക്കുമ്പോൾ കാണുന്ന താഴ്മ. യേശു പറയാ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്നോട് കേട്ട് പഠിപ്പിൻ. വലിയൊരു ചാലഞ്ചാണ്. നമ്മൾ പലപ്പോഴും അനുകരിക്കുന്നത് അഹങ്കാരമുള്ള പലരെയുമാണ്, വയലൻ്റ് ആയിട്ടുള്ള പലരെയുമാണ്. എന്നാൽ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ജെന്റിൽനെസ് ആൻഡ് ഹ്യൂമിലിറ്റിയാണ്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഈ താഴ്മ വെളിപ്പെടുന്നത് നമുക്ക് കാണാം. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വലിയ പണ്ഡിതന്മാരോട് താൻ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യേശുവിൻ്റെ മാതാപിതാക്കൾ അവനെ അന്വേഷിച്ച് കാണാതെ തിരിച്ചു വന്ന് കണ്ടു. നീ എന്തുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു എന്നവനെ ഇൻട്രോഗേറ്റ് ചെയ്തപ്പോൾ അവിടെ ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലേ? ദിസ് ഈസ് മൈ ഫാദേഴ്സ് ഹൗസ്. ഐ എം സപ്പോസ് ടു ബി ഹിയർ, നോട്ട് ഇൻ യുവർ ഹൗസ്. ദിസ് ഈസ് മൈ ഫാദേഴ്സ് ഹൗസ്. ദാറ്റ് ഈസ് ഹ്യൂമൻ ഫോസ്റ്റർ ഫാദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞെങ്കിലും പിന്നെ അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നത് അവൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. സൃഷ്ടാവായ ദൈവം സൃഷ്ടികളായ ഒരു കുടുംബത്തിലുള്ള പിതാവിനും മാതാവിനും താൻ കീഴടങ്ങിയിരിക്കുകയാണ്. സ്നാനത്തിൻ്റെ സമയത്ത് അത് നമ്മൾ കാണുന്നുണ്ട്. സ്നാനത്തിൻ്റെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നാപയോഹന്നാൻ സ്നാനപ്പെടുത്തിയത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടവരെയാണ്. ചിലരൊക്കെ പാപങ്ങൾ പരസ്യമായി ഏറ്റുപറഞ്ഞ് കാണും. ഉണർവ് നടക്കുന്ന പല സ്ഥലങ്ങളിലും രഹസ്യ പാപങ്ങൾ പോലും പരസ്യമായി ഓൾട്ടറിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് അവർ വിളിച്ചു പറയും. ഉണർവ് നടക്കുന്ന പലയിടങ്ങളിലും അങ്ങനെ ഉണ്ടായി. ഇവിടെ ഒരു വലിയ ആത്മീയ ഉണർവ് നടക്കുകയാണ് ദേശത്ത്. ഉണർവിൻ്റെ ലീഡർ സ്നാപയോഹന്നാനാണ്. ഉൽക്കയെപ്പോലെ ശുശ്രൂഷിച്ച് മറഞ്ഞ അഭിഷിക്തനായ മറ്റൊരു ഏലിയാവിൻ്റെ ആത്മാവിൽ വന്ന ഈ സ്നാപയോഹന്നാൻ്റെ കൈക്കീഴ് യേശു സ്നാനമേൽക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ അന്ന് തന്നോടുകൂടെ സ്നാനപ്പെട്ട പലരും കാണും. അവിടെ നദീതീരത്ത്, യോർദാൻ നദിയുടെ തീരത്ത് ഒത്തിരി പേരിങ്ങനെ നിൽക്കും. മഹാപാപം ചെയ്തവരും കുലപാതകികളും വ്യഭിചാരികളും കള്ളം പറഞ്ഞവരും എല്ലാം കൂടെ ഉണ്ട്. യേശു അവിടെ ഇങ്ങനെ നിൽക്കുക. ഒരു പാപം ചെയ്തിട്ടില്ല. പക്ഷേ ഈ പാപികളോടൊപ്പം താൻ സ്നാനപ്പെടുകയാണ്. അതും തൻ്റെ സൃഷ്ടിയായ ഒരു മനുഷ്യൻ്റെ കൈക്കീഴ്. So that kind of a humility was exhibited through the life of Jesus. ഇനി എന്തിനിത് ചെയ്തെന്ന് ചോദിച്ചാൽ, he was setting an example for us, a model for us. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. കർത്താവും ദൈവവുമായ ഞാൻ ഇത് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്നെ അനുകരിച്ച് ഇതുപോലെ ഒരു താഴ്മയുടെ ജീവിതത്തെ സ്വീകരിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആ യേശു ഇനി അതിനുശേഷമുള്ള അനേക സന്ദർഭങ്ങളിൽ
തന്നെ ചോദ്യം ചെയ്തവർ, ഇങ്ങനെയുള്ള ഒത്തിരി കുരുക്ക് ചോദ്യം ചെയ്തവരും എല്ലാം ഉണ്ടായിട്ടുണ്ട്. തന്നെ ഗെത്സമൻ തോട്ടത്തിൽ ഒരു രംഗമുണ്ട്. യേശു പ്രാർത്ഥിച്ചു ഇതൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. 1 മണിക്കൂറെങ്കിലും എന്നോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം യേശു പ്രകടിപ്പിച്ചു. എങ്കിലും അതിനുശേഷം തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന ആളുകൾ അടുക്കലേക്ക് യേശുവിന് അടുത്ത് ചെല്ലുകയല്ല, നോക്കുകയല്ല, അവരെല്ലാം നിലത്ത് വീണു. എന്ന് വെച്ചാൽ അത്രത്തോളം അതോറിറ്റി തൻ്റെ മുൻപിൽ ആർക്കും നിൽക്കാൻ സാധ്യമല്ല. എങ്കിലും പെട്ടെന്ന് യേശു അത് പിൻവലിച്ചു. അതോറിറ്റി എടുക്കാതെ കൈ കാണിച്ചു കൊടുത്തു തന്നെ അറസ്റ്റ് ചെയ്യാൻ. അന്ന് രാത്രി മഹാപുരോഹിതൻ്റെ വീടിൻ്റെ താഴെ ഒരു ഭൂഗർഭ അറയുണ്ട്, അല്ലെങ്കിൽ ഒരു കാരാഗ്രഹമുണ്ട്. ആ കാരാഗ്രഹത്തിലാണ് യേശുവിനിട്ടത്. ഞാനിവിടെ പോയിട്ടുണ്ട്. ഭൂമിയുടെ അടിയിൽ വെട്ടിയുണ്ടാക്കിയ അറ പോലെയുള്ളിടത്ത് ഹുക്കുകൾ ഭിത്തിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അതിലാണ് ഇവരെ അന്നത്തെ കുറ്റവാളികളിടുന്നത്. അവിടെ കൊണ്ടുപോയി യേശുവിന് വിട്ടു. യേശുവിനൊന്ന് നോക്കിയാൽ പോലെ കരിഞ്ഞു പോകില്ലേ, ചാരമായി പോകില്ലേ, ചാർക്കോളായി പോകില്ലേ. ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഹ്യൂമിലിറ്റി ഹി ഡിഡ് നോട്ട് ഡു ദാറ്റ്. ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സാത്താൻ ചെയ്തത് തന്നെത്താൻ ഉയർത്തി, യേശു തന്നെത്താൻ താഴ്ത്തി. എല്ലാവരും അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ കമൻറ്റ് സെക്ഷനിൽ? സാത്താൻ തന്നെത്താൻ ഉയർത്തി, യേശു തന്നെത്താൻ താഴ്ത്തി. എല്ലാവരും ഒന്ന് പറഞ്ഞേ. പിശാച് തന്നെത്താൻ ഉയർത്തി, യേശു തന്നെത്താൻ താഴ്ത്തി. നമ്മൾ എന്ത് ചെയ്യും? തന്നെത്താൻ ഉയർത്തുമോ തന്നെത്താൻ താഴ്ത്തുമോ? പ്രാർത്ഥിച്ച എല്ലാവരും, കർത്താവേ തന്നെത്താൻ താഴ്ത്തുവാൻ ഒരു കൃപ നൽകണമേ. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, arrogant people, proud people will not take baptism. സ്നാനപ്പെടാത്തവരെ കണ്ട ഒരു അഹങ്കാരികൾ, അത് താഴെ മനസ്സിലെന്നർത്ഥം. ഓൾട്ടർ കോൾ കൊടുത്തു, അത് ചെയ്തു, ഇത് ചെയ്തു, പക്ഷെ താഴെ മനസ്സിൽ. പക്ഷേ യേശു ഇവിടെ പാപികളോടുകൂടെ എണ്ണപ്പെടുന്ന രീതിയിൽ, പാപികളോടുകൂടെ ഐഡൻറ്റിഫൈ, അവരുടെ കൂട്ടത്തിൽ പെടുന്ന രീതിയിൽ താൻ ചെന്ന് നിൽക്കുകയാണ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരാം. 5 മുതൽ ഒന്ന് വായിച്ച് നോക്കാം, 11 വരെ. Philippians chapter 2, verse number 5 to 11. In your relationship with one another, have the same mindset as Christ Jesus. മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹാവ് ദ സെയിം മൈൻഡ് സെറ്റ് ആസ് ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവേശുള്ള അതേ മനോഭാവം നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. എന്താണ് മനോഭാവം? 6-ാം വചനം. Who, being in very nature of God, did not consider equality with God something to be used to his own advantage. Being in very nature of God, did not consider equality with God something to be used to his own advantage. ദൈവത്തിൻ്റെ അതേ രൂപത്തിലിരിക്കുമ്പോൾ, ദൈവരൂപത്തിലിരിക്കുമ്പോൾ തന്നെ he did not consider equality with God something to be used to his own advantage. സ്വന്തം പ്രയോജനത്തിനായി ദൈവത്തോടുള്ള സമത്വം അവൻ മുറുകെ പിടിച്ചില്ല. അവൻ ദൈവത്തോട് സമനാണ്, എന്നാൽ അത് മുറുകെ പിടിച്ചുകൊണ്ട് അവൻ നിന്നില്ല. പകരം rather he made himself nothing by taking the very nature of a servant, being made in human likeness. എന്നാൽ അവിടെ നിന്ന് തന്നെത്താൻ താഴ്ത്തി പല പടികൾ, കൃത്യമായി പറയുവാണെങ്കിൽ 7 ലെവൽസ്, 7 പടികൾ താൻ താഴേക്കിറങ്ങി. അതെല്ലാം എടുത്ത് ഞാൻ സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഏതൊരു ഗുഡ് ഫ്രൈഡേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദ 7 steps ജീസസ് ഹംബിൾഡ് ഹിംസെൽഫ് എന്ന് ഞാനൊരു വചന സന്ദേശം നൽകിയത് ഞാൻ ഇന്ന് ഓർക്കുന്നു. ഒരുപക്ഷെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടുമായിരിക്കും, ഐ ഡോണ്ട് നോ. ഹി മെയ്ഡ് ഹിംസെൽഫ് നത്തിങ്. അവൻ തന്നെത്താൻ ഒന്നുമല്ലാത്തവനാക്കി മാറ്റി. എവ്രിതിങ്, ഹി എംപ്റ്റീഡ് എവ്രിതിങ് ആൻഡ് മെയ്ഡ് ഹിംസെൽഫ് നത്തിങ് ബൈ ടേക്കിംഗ് ദ വെരി നേച്ചർ ഓഫ് എ സെർവൻറ്റ്. ഒരു ദാസൻ്റെ വേഷമെടുത്തു. യജമാനൻ്റെ അല്ല, ദാസൻ്റെ വേഷമെടുത്തു. ബീങ് മെയ്ഡ് ഇൻ ഹ്യൂമൻ ലൈക്ക്നെസ്. എന്നിട്ട്
ഒരു മനുഷ്യ രൂപത്തിൽ അവൻ വെളിപ്പെട്ടു. പഴയ നിയമത്തിൽ ക്രിസ്റ്റോഫനി എന്നൊരു പ്രതിഭാസമുണ്ട്. ക്രിസ്റ്റോഫനി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ യേശു ഫിസിക്കലായി വെളിപ്പെടുന്നു. ഉദാഹരണത്തിന് ഈ ദാനിയേലിനെയും കൂട്ടരെയും തീച്ചുളയിലിടുന്ന സമയത്ത് 4മതൊരുവൻ വെളിപ്പെട്ടു. അവൻ ദൈവപുത്രനോട് സദൃശ്യനായിരുന്നു. ദാറ്റ് വാസ് എ ക്രിസ്റ്റോഫനി. ക്രിസ്റ്റസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നാണ് അർത്ഥം. രണ്ടാമത്തെ വാക്ക് കാണിക്കുന്നത് ടു ബി സീൻ, കാണപ്പെടുക എന്നാണ്. അപ്പോൾ ക്രിസ്റ്റഫനി എന്ന് വെച്ചാൽ അർത്ഥം ക്രിസ്തുവായി കാണപ്പെടുക, ക്രിസ്തുവായി വെളിപ്പെടുക. അങ്ങനെ പല സമയങ്ങളിൽ യേശു ക്രിസ്തു പഴയ നിയമത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ ക്രിസ്റ്റഫനിയുടെ ഏറ്റവും പിന്നേക്കളിലെത്തുന്നു. എന്ന് വെച്ചാൽ ഒറിജിനലി ഒരു സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു അപ്പിയറൻസ് ആണ്. കുറച്ച് നേരത്തേക്ക് മനുഷ്യരൂപത്തിൽ കണ്ടു, പിന്നെ അപ്രത്യക്ഷമായി പോയി. ഇനി ഇതങ്ങനെയല്ല. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ചെറിയ ഫീറ്റസായി വന്ന് അവിടെ നിന്ന് വളർന്ന് സാധാരണ എല്ലാ മനുഷ്യരും നോർമൽ രീതിയിൽ മനുഷ്യർ വളരുന്നത് പോലെ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ദാറ്റ് വാസ് എ സൂപ്പർ നാച്ചുറൽ ബർത്ത്, സൂപ്പർ നാച്ചുറൽ കൺസെപ്ഷൻ. എങ്കിലും ആ രീതിയിൽ കാണപ്പെടുന്ന രീതിയിൽ അവൻ ഈ ഭൂമിയിൽ വന്നു. That indicates his humility then. And being found in appearance as a man, he humbled himself by becoming obedient to death. മനുഷ്യനാകുക മാത്രമല്ല, മരണത്തോളം തന്നെ താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു. ഈവൻ ഡെത്ത് ഓൺ എ ക്രോസ്, ക്രൂശിലെ മരണം വരെ. അന്ന് ഇന്നും ഒരുപക്ഷെ ചിന്തിക്കാവുന്നതിൽ ഏറ്റവും ക്രൂരമായ ഒരു മരണമാണ് ക്രൂശിലെ മരണം. Therefore, God exalted him to the highest place and gave him the name that is above every name. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. എല്ലാ നാമത്തിനും മേലായൊരു നാമം അവന് നൽകി. That at the name of Jesus every knee should bow in heaven and on earth and under the earth. അങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലരുടെയും മുഴങ്കാൽ മുട്ട് മടങ്ങുന്നു അവൻ്റെ നാമത്തിൽ. And every tongue acknowledge that Jesus Christ is Lord to the glory of God the Father. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവും യേശു കർത്താവ് എന്ന് ഏറ്റുപറയും. അപ്പം അവിടെ 3 പേരുകൾ കൊടുത്തിട്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ലോർഡ്, ജീസസ് ക്രൈസ്റ്റ് ലോർഡ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ജീസസ് ക്രൈസ്റ്റ് ലോർഡ്. യേശു ക്രിസ്തു കർത്താവ്. യേശു ക്രിസ്തു കർത്താവാണ് എന്നെല്ലാവരും ഏറ്റുപറയും. കാരണം സകല നാമത്തെക്കാളും മേലായ പേര്. ഇനിയാണ് കേൾക്കേണ്ടത്. യേശു ജനിച്ചപ്പോൾ അവനിട്ട പേരെന്തായിരുന്നു? യേശു. താൻ ജനിച്ചപ്പോൾ അവന് കിട്ടിയ പേരാണ് യേശു. യശുവ, ഹീബ്രു. ഒറിജിനലി യശുവ, ദ സേവിയർ, രക്ഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. യഹോവ രക്ഷിക്കുന്നു, യഹോശുവ. ജോഷുവ എന്നുള്ളതിൻ്റെ വേറൊരു വേരിയൻ്റാണ്. ആ പേര് യേശുവിന് മാത്രമല്ല, അന്നൊരു കോമൺ നെയിമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ എൽദോസ് എന്ന് പറഞ്ഞതുപോലെ ഒരു കോമൺ നെയിമായിരുന്നു യേശു എന്ന പേര്. പക്ഷേ നസറായനായ യേശു എന്ന് പറയുമ്പോൾ കാര്യം മാറി. നസറത്തിൽ വളർന്ന ആ യേശു. കാരണം ദാറ്റ് ഈസ് സ്പെസിഫിക്. ജീസസ് ഈസ് ദ നെയിം ഗിവൺ വെൻ ഹി വാസ് ബോൺ. ജനിച്ച സമയത്ത് അവന് കിട്ടിയ പേരാണ് യേശു. എന്നാൽ he became Christ when he was baptized by the Holy Spirit. പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ അവന് ക്രൈസ്റ്റ് എന്ന് പേര് കിട്ടി. ബിക്കോസ് ക്രിസ്റ്റോസ് അല്ലെങ്കിൽ മസായ, ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്റ്റോസ് അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ മസായ എന്ന് പറഞ്ഞാൽ, മസിഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദി അനോയിൻറ്റഡ് വൺ, അഭിഷിക്തൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ. എപ്പോഴാണ് അഭിഷേകം വന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ. അപ്പോഴാണ് അവൻ ക്രിസ്തുവായി മാറിയത്. അടുത്തത്, when he ascended to heaven, സ്വർഗത്തിലേക്ക് കയറി. അവിടെ പിതാവിൻ്റെ ഫലവത്തുവാതിരുന്ന സമയത്താണ് he was given the name the Lord, the name of the Father, Jehovah, that is Lord.
പിതാവായ ദൈവത്തിനെ വിളിച്ചിരുന്ന ലോർഡ് എന്നുള്ള ആ പേര് യേശുവിന് കിട്ടി, യേശു ക്രിസ്തുവിന് കിട്ടി. അങ്ങനെ 3 പേര് കിട്ടിയ 3 ഒക്കേഷൻസ് എല്ലാവർക്കും മനസ്സിലായോ? ജനിച്ചപ്പോൾ യേശു, പരിശുദ്ധാത്മാവ് തന്നെ മേൽ ഇറങ്ങി വന്നപ്പോൾ ക്രിസ്തു, സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നപ്പോൾ അവൻ ലോർഡ് ആയിട്ട് മാറി. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഇവനെ, ഈ യേശുവിനെ പിതാവ് ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. മനസ്സിലാകുന്നുണ്ടോ? വേണമെങ്കിൽ എഴുതി വെക്കുക. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെ നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വായിക്കുക. സോ ഞാൻ പറഞ്ഞു വന്നത്, യേശു കർത്താവ് തന്നെത്താൻ താഴ്ത്തി 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 വളരെ താഴ്ത്തി. അപ്പോഴാണ് ആ ഒരു താഴ്മയിലാണ് അവൻ്റെ മേൽ സ്വർഗം തുറക്കപ്പെട്ടത്. എന്ന് മാത്രമല്ല, അവനെ തിരികെ കൈക്കൊള്ളുവാൻ വീണ്ടും സ്വർഗം തുറന്ന് അവൻ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് കരേറിപ്പോയി. എന്തിനാണ് ഞാനിത് പറയുന്നത്? നമ്മുടെ ജീവിതത്തിലും ഈ യേശുവിനോട് കേട്ടാണ് പഠിക്കേണ്ടത്. താഴ്മ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, താഴ്മയുള്ളൊരു വ്യക്തിത്വമായി ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. അതൊന്ന് കമൻറ്റ് സെക്ഷനിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗം തുറക്കാനുള്ള താക്കോലിൽ 3-ാമത്തെ താക്കോൽ താഴ്മയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആ താക്കോൽ കൊണ്ട് സ്വർഗം തുറക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കൈകൾ നീട്ടാം. ഏത് രോഗത്തിലും ഒരു അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. ഏത് രോഗത്തിലും അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ ഗംസ്, വായിലെ മോണയും ഭാഗങ്ങളും, അവിടെയൊക്കെ എന്തോ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയ. നെക്ക് പെയിൻ മാറിപ്പോകട്ടെ, സ്പോണ്ടിലോസിസ് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്താണെങ്കിലും, രോഗങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. അടുത്ത താക്കോലുമായി ഞാൻ നാളെ വരും. ആരും മിസ് ചെയ്യരുത്. So God bless you all. Bye-bye. See you tomorrow.